ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ദർസ് പലസ്തീൻ പരിഹാരമെങ്ങനെ. പലസ്തീനിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുമ്പോൾ അവർ എന്ത് ചെയ്യണം? ആരും എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്നുമാണ് ചോദ്യം. അപ്പോൾ എന്താണ് പരിഹാരം? നിസ്കാരത്തിൻ്റെ ഒരു ഷർത്ത് അറിയാമല്ലോ. ഖിബ്ല ശരിയാവണം. എവിടെയെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കാമോ? പാടില്ല. അതേപോലെ യുദ്ധത്തിന് ഷർത്തുകളുണ്ട്. എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധത്തിൻ്റെ ഷർത്തുകളാണ്: 1. നിരപരാധികൾ വധിക്കപ്പെടരുത്. അതുകൊണ്ട് പൗരന്മാരുടെ ഇടയിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരപരാധികൾ വധിക്കപ്പെടും പൗരന്മാരുടെ ഇടയിൽ യുദ്ധം ചെയ്യുമ്പോൾ. ഹമാസിന്റെ യുദ്ധം പൗരന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരപരാധികൾ വധിക്കപ്പെടുന്നു, അംഗവൈകല്യം സംഭവിക്കുന്നു. രണ്ടാമത്തെ ഷർത്ത് അധികാരമാണ്. ഒരു ഭരണാധികാരി ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പൂർണ്ണ അധികാരം ലഭിച്ചതിന് ശേഷമാണ് യുദ്ധം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ അധികാരം ലഭിച്ചതിന് ശേഷമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിയമപരമായി ഒരു ഭരണാധികാരി വേണം. ഹമാസിന് ഫലസ്തീൻ്റെ സമ്പൂർണ്ണ അധികാരമില്ല. ഗസയുടെ സമ്പൂർണ്ണ ഭരണവും ഹമാസിനില്ല. അവിടെ ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് വെസ്റ്റ് ബാങ്കാണ്. ചിലത് സയനിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുമാണ്. ഗസക്ക് ഉപരോധം നടത്തിയത് ഹമാസിനവിടെ ഭാഗികമായ ഭരണമുള്ളത് കൊണ്ടാണ്. ചിലർ പറയും ഹമാസിന് ഭരണമുള്ളത് കൊണ്ടാണ് ഉപരോധം നടത്തിയെന്ന്. അല്ല, ഭാഗികമായി ഭരണമുണ്ട്, അതുകൊണ്ട് ഉപരോധം നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഷർത്ത് ഒരുക്കമാണ്. അല്ലാഹു പറഞ്ഞു: വഅഇദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി. സത്യവിശ്വാസികളെ, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത്ര ശക്തിയും കെട്ടി നിർത്തിയ പോർ കുതിരകളെയും നിങ്ങൾ ഒരുക്കുകയും ചെയ്യുകയും. ഇത് സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം 90-ാം വചനാണ്. ഹമാസ് യുദ്ധത്തിന്റെ ഒരുക്കത്തിലും നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പരിഗണിച്ചില്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പൂർത്തിയാകാതെ നിസ്കാരം പാടില്ല എന്നതുപോലെ യുദ്ധത്തിന്റെ ഷർത്തുകൾ പൂർത്തിയാകാതെ യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധത്തിന്റെ ഷർത്തുകൾ ശ്രദ്ധിക്കുക, കാലഘട്ടത്തിനനുസരിച്ച് മാറുകയില്ല. ഈ ഇസ്ലാമിക ഷർത്തുകൾ പൂർത്തിയാകാതെ ഹമാസ് യുദ്ധം ചെയ്തത് കാരണം 10,000-കണക്കിന് നിരപരാധികളായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളും വധിക്കപ്പെടുകയും കുറെ പേർക്ക് കടുത്ത അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. ഇതിന് നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ആഗോള ക്രിമിനൽ കോടതിയിൽ നെതന്യാഹുവിനൊപ്പം ഹമാസ് നേതാക്കളെയും കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസ് ഇസ്ലാമിക ഷർത്തുകൾ ലംഘിച്ചു. ക്രൂരതയാണ് അവർ ചെയ്യുന്നത്. അവർ മുമ്പ് മനുഷ്യ ബോംബുകളായി നിരവധി നിരപരാധികളെ വധിച്ചു. അതുകൊണ്ട് നിരപരാധികളെ വധിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന മാനസികാവസ്ഥയാണ് അവർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിജയം നൽകുമെന്ന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമാണ്. അള്ളാഹു ഫിർഔനും ഹിറ്റ്ലർക്കും അധികാരം നൽകി. അതേപോലെ ഹമാസിനും ചിലപ്പം വിജയം നൽകാം. അതിനർത്ഥം അത് സത്യത്തിന്റെ വിജയമല്ല. അസത്യവാദികൾക്കും അള്ളാഹു വിജയം നൽകും. സയനിസ്റ്റുകളും ഹമാസും തമ്മിലുള്ള യുദ്ധം 2 അസത്യവാദികൾ തമ്മിലുള്ള യുദ്ധമാണ്. അതിലാർക്കും ജയിക്കാം. അത് ഇസ്ലാമും ശത്രുക്കളുമായുള്ള യുദ്ധമല്ല. രാഷ്ട്രങ്ങൾക്ക് ഇറാനുമായി നയതന്ത്ര ബന്ധമുണ്ടാകുന്നത് കുഴപ്പമില്ല. പക്ഷേ ഹമാസിന് ഇറാൻ റാഫിദി ഷിയാക്കളുമായി അടുത്ത സാഹോദര്യ ബന്ധവും വിശ്വാസബന്ധമുണ്ട് എന്നും ഇറാൻ സന്ദർശിച്ചാൽ ഖുമൈനിയുടെ വസനിൽ വിഗ്രഹം ആദരാജ്ഞികൾ അർപ്പിക്കുമെന്നും അവരുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതാണ്. അള്ളാഹുവിൽ അഭയം. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കുന്ന ഹമാസ് വിജയിച്ചാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ല. മുമ്പും അള്ളാഹു അസത്യവാദികൾക്ക്
മുമ്പും അള്ളാഹു അസത്യവാദികൾക്ക് വിജയം നൽകിയ ഒരവസ്ഥ പോലെ മാത്രമേ സത്യവിശ്വാസികൾ അതിനെ കാണുകയുള്ളൂ. സയനിസ്റ്റുകൾ പലസ്തീനിൽ മുസ്ലിങ്ങളെ വധിച്ചതിനേക്കാൾ റാഫിദി ഷിയാക്കൾ സിറിയ, യമൻ, ലെബനൻ, ഇറാഖിലെ ലക്ഷക്കണക്കിന് സുന്നികളായ മുസ്ലിങ്ങളെയും അവിടെയുള്ള പലസ്തീൻ അഭയാർത്ഥികളെ അടക്കം വധിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഹമാസിനെ അനുകൂലിക്കുന്നവർ മൗനം പാലിക്കുന്നു? അതുകൊണ്ട് ഹമാസും റാഫിദി ഷിയാക്കളുമല്ല പരിഹാരം. അപ്പോൾ പലസ്തീനിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുമ്പോൾ അവർ എന്ത് ചെയ്യണം? ആരും എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്നുമാണ് ചോദ്യം. അപ്പോൾ എന്താണ് പരിഹാരം? അവർ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ റളിയല്ലാഹു അൻഹും മക്ക കാലഘട്ടത്തിൽ ചെയ്തതാണ്. സഹാബികളിലെ സ്ത്രീകളടക്കം നിരവധി സഹാബികൾ റളിയല്ലാഹു അൻഹും വധിക്കപ്പെട്ടു. അതിക്രൂരമായി പലതരത്തിലും പീഡിപ്പിക്കപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യത്തെ വനിതാ ഷഹീദാണ്. അവർ അള്ളാഹുവിനെ ഏകനാക്കി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ക്ഷമയോടെ പ്രബോധനം ചെയ്യുകയുമാണ് ചെയ്തത്. ബിദ്അത്തുകളും ഹറാമുകളും ചെയ്തില്ല. സ്വാഭാവികമായും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് സഹാബികൾ റളിയല്ലാഹു ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, കുഫു ഐദിയക്കും വഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടഞ്ഞു വെക്കുകയും അഥവാ യുദ്ധത്തിൽ നിന്നും തടഞ്ഞു വെക്കുകയും നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുകയും. ഇത് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 77-ാം വചനം. അങ്ങനെ അവർ ഈ ആയത്തിറങ്ങിയപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹു അവർക്ക് വിജയം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അവർ ആയുധമെടുക്കുകയോ തിരിച്ച് ആക്രമിക്കുകയോ ചെയ്തില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അവർ അനുസരിച്ചു. അവർക്ക് വിജയം ലഭിക്കുകയും ചെയ്തു. ഇതിന് ക്ഷമ പ്രധാനമാണ്. ക്ഷമയെക്കുറിച്ചുള്ള നിരവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ക്ഷമ സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഒരു വലിയ ഗുണമാണ്. ഇത് തന്നെയാണ് പലസ്തീനികളും ചെയ്യേണ്ടത്. പലസ്തീനിലും അമുസ്ലിങ്ങളായ സയനിസ്റ്റുകളാണ് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത്. അവരിത് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, ചെയ്യാൻ പാടില്ല. മക്ക കാലഘട്ടത്തിൻ്റെ അതേ തുല്യമായ അവസ്ഥ അല്ല പലസ്തീനിലും എന്നത് ശരിയാണ്. അത് കാലഘട്ടം അനുസരിച്ച് പീഡനങ്ങളുടെ രീതി മാറും എന്നതുകൊണ്ടാണ്. അത് സ്വാഭാവികമാണ്. മക്ക കാലഘട്ടം പോലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ പീഡനങ്ങളുടെ രീതി മാറിയാലും യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചക മാതൃക എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹു കതീറ. നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. ഇത് സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 21-ാം വചനാണ്. മദീനയിൽ ചെന്നപ്പോൾ യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്. യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചത് നാം മനസ്സിലാക്കിയല്ലോ. യുദ്ധത്തിൻ്റെ ഷർത്തുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയില്ല. യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ക്ഷമയോടെ പ്രബോധനം ചെയ്യുകയുമാണ് വേണ്ടത്. യുദ്ധം ചെയ്യരുത്. ബാറക്കല്ലാഹു ഫീക്കും. ബിദ്അത്തുകളും ഹറാമുകളും ഉണ്ടാവരുത്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അതുകൊണ്ട് പലസ്തീനികൾ ഈ വചനങ്ങളിൽ പറഞ്ഞതുപോലെ ചെയ്താൽ അവർക്കും തീർച്ചയായും വിജയിക്കാനുള്ള സാഹചര്യം അള്ളാഹു ചെയ്യും. യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചവർക്ക് മാത്രമേ വിജയമുള്ളൂ. നാം വെറുതെ നാവുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും അത് ജീവിതത്തിൽ പൂർണ്ണമായും യഥാർത്ഥത്തിലും കൊണ്ടുവരണം. സത്യവിശ്വാസികൾക്ക് അള്ളാഹു മതി. ആരും ശബ്ദിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾ റളിയല്ലാഹുവിനു വേണ്ടി ആര് ശബ്ദിച്ചു? അവരെല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചു. അങ്ങനെ അവർ വിജയിച്ചു. ഇതാണ് പലസ്തീനികളും ചെയ്യേണ്ടത്. അവർക്ക് വിജയിക്കാനുള്ള പരിഹാരം. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.